Hi dears, yes, this is Jessina from MS Solutions. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ? എടാ മക്കളെ, നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് രണ്ടാമത്തെ, അല്ലേ? അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് വളരെ പെട്ടെന്ന് നമുക്ക് സെറ്റ് ആക്കിയാലോ. ഒന്നാമത്തെ ചാപ്റ്റർ ഏതാടാ? യെസ്, വൈറ്റ് ക്യാപ്പ്, അല്ലേ? ഈ വൈറ്റ് ക്യാപ്പിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ആ പോയിന്റ്സ് നമുക്കൊന്ന് പഠിച്ചാലോടാ. ഏത് ചോദ്യം വന്നാലും നമുക്ക് അവയെ മെരുക്കാൻ പറ്റുന്ന പോയിന്റ്സ് ഇതൊക്കെയാണ് കേട്ടോ. നോക്കടാ. പരീക്ഷ खत्म होने के बाद केशव अपने माता पिता के पास जाने के लिए जिद करता है. പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാണ്? കേശവ് തൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി വാശി പിടിക്കുകയാണ്. केशव को अस्थायी डेरे में अकेले रहना पड़ते हैं. वह क्रिकेट खेलने वाले लड़कों के पास पहुंच जाता है. അങ്ങനെ അവൻ അവിടെ പോയ സമയത്ത് ആ ഒരു വീട്ടിൽ എന്താണ്, ആ റൂമിൽ എന്താ, ക്യാമ്പിൽ ഭയങ്കരമായിട്ട് അവൻ ഒറ്റപ്പെടുകയാണ്, അല്ലേ? അപ്പോൾ ആ സമയത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടുത്തെ കുറേ കുട്ടികൾ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നത് കാണാണ്. അങ്ങനെ അവിടേക്ക് എന്ത് ചെയ്യാണ്? അവൻ പോവാണ്. केशव वहां की शहरी बच्चों का हंसी मजाक का पात्र बन जाता है. കേശവ് അവിടുത്തെ കുട്ടികൾക്ക് കളിയാക്കി ചിരിക്കാനുള്ള ഒരു കഥാപാത്രമായിട്ട് മാറാണ്. കുछ दिनों में वह खेल का जरूरत बन जाता है. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്താണ്? അവൻ കളിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് മാറി. ബോൾ നിർമ്മാണധീൻ ഇമാരത്തോं के छत पर गिर जाता है. അങ്ങനെ ബോൾ ഒരു ദിവസം എന്താണ്, യെസ്, ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഇമാരത്ത് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോവാണ്. ഉസ്കെ ഹാത്ത് പയർ കി ഹട്ടി ടൂട്ട് ജാത്താ ഹെ. അത് എടുക്കാൻ പോയ സമയത്ത് എന്താണ്, അവന്റെ കാലിന്റെ കൈൻ്റെ ഒക്കെ എല്ലാം ഒടിയാണ്. अस्पताल ले जाने के फैसला करते हैं. केशव के हाथ पैर पर प्लास्टर देखकर लड़कों के मनोभाव बदल जाता है. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്, അല്ലേ? അങ്ങനെ നമ്മളുടെ കേശവിൻ്റെ കൈക്കും കാലിനൊക്കെ പ്ലാസ്റ്റർ ഇട്ട് കാണുന്ന സമയത്ത് അവിടുത്തെ കുട്ടികളുടെ ആ മനോഭാവം എന്ത് ചെയ്യാണ്? ചേഞ്ച് ആവാണ്. ദെൻ ലड़के ക്രിക്കറ്റ് സാമഗ്രി കേശവ് കോ ദേത്തെ ഹെ. അങ്ങനെ കുട്ടികൾ എന്താണ്, ക്രിക്കറ്റിൻ്റെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? നമ്മളുടെ കേശവിന് കൊടുക്കുകയാണ്. देन तबीयत ठीक होने पर अपने टीम में भाग लेने का वादा देता है. അങ്ങനെ എന്താണ്, ഹെൽത്ത് ഒക്കെ ഓക്കെ ആയതിനു ശേഷം എന്താണ്, തിരിച്ച് അവൻ വരുന്ന സമയത്ത് അവരുടെ ടീമിൽ എടുക്കാന്ന് അവർ വാക്ക് കൊടുക്കുകയാണ്. കേശവ് കെ സിർ पर വൈറ്റ് ക്യാപ്പ് പഹനता है. അപ്പം എന്ത് ചെയ്തു? അവർ നമ്മുടെ കേശവന്റെ തലയിൽ വൈറ്റ് ക്യാപ്പ് പഹനാത്താ ഹെ. വൈറ്റ് ക്യാപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൈറ്റ് ക്യാപ്പിൽ നിന്ന് നിങ്ങൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് മേരി ദുനിയാക്കെ തമാം ബച്ച് എന്ന് പറഞ്ഞ കവിതയുണ്ട്, അല്ലേ? ഈ കവിതയിൽ എന്തെല്ലാം പോയിന്റ്സ് ആണ് മനസ്സിലാക്കേണ്ടത്? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്നാൻ കഫീലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് എഴുതിയത്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാട്ടോ. ദെൻ യह कविता एक सुंदर कल्पना को दर्शाती है. നോക്കടാ. जिसमें कवि आने वाली नई पीढ़ी की सोच और उनके सपनों को दिखाता है. അതായത് ഈ കവിതയിലൂടെ വരാൻ പോകുന്ന ഒരു തലമുറയുടെ, അല്ലേ, തലമുറയുടെ എന്താണ്, അവരുടെ ചിന്തകളും അതുപോലെ അവരുടെ സ്വപ്നങ്ങളൊക്കെയാണ് ഈ ഒരു കവിതയിലൂടെ നമ്മളോട് പറയുന്നത്. ഏക് ദിൻ ബच्चे एक साथ खेलेंगे. എന്ത് ചെയ്യും? ഒരു ദിവസം എല്ലാ കുട്ടികളും ഒരുമിച്ച് കളിക്കും. വെ സാഫ് സുതരി ദീവാർ पर पेंसिल की नोक रगड़ कर बूरे नियमों को तोड़ देंगे. ഒരു ദിവസം അവരെന്താണ്, നല്ല ചുമരുകളിലൊക്കെ എന്താണ്, ഈ നല്ല നിയമങ്ങൾ, ഓരോ നിയമങ്ങൾ ഉണ്ടാവില്ലേ, അപ്പം ആ ബ്രേക്ക് ചെയ്യേണ്ട നിയമങ്ങൾ അല്ലെങ്കിൽ എന്താണ്, ചില എടുത്ത് ഒഴിവാക്കപ്പെടേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്താണ് അവർ എഴുതും, അല്ലേ? യെസ്. ദെൻ പിന്നെ എന്താ പറയുന്നത്? ഏക് ദിൻ ഹമാരെ ബच्चे युद्ध टैंकों में बालू भर देंगे, बंदूकों को जमीन में दबा देंगे और सड़कों पर पानी बहा देंगे. അവരെന്ത് ചെയ്യും? യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ടാങ്കൊക്കെ അവർ മണൽ നിറയ്ക്കും, അതുപോലെ തോക്കുകളൊക്കെ എന്ത് ചെയ്യും? അവരിങ്ങനെ മണ്ണിൽ കുഴിച്ചിടും, അല്ലേ? അപ്പം അതായത് അവർ യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു തലമുറ വരും എന്നാണ് പറയുന്നത്. ദെൻ വെ ഏക് ദിൻ യുദ്ധ സമാപ്ത് കർനെ കി കോശിഷ് കരേംഗെ. ഒരു ദിവസം യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവർ ശ്രമം നടത്തും. ദെൻ ജിനെ നഫ്രത്ത് കർണ സിക്കായ ഗയാ ഹെ വെ പ്യാർ കർണ സീഖേംഗെ. ആരെയാണോ നിങ്ങൾ വെറുക്കാൻ പഠിപ്പിച്ചത് അവരൊക്കെ എന്ത് ചെയ്യും? അവർ സ്നേഹിക്കാൻ വേണ്ടി പഠിക്കും. വെ അപ്നെ സുരക്ഷിത ഘരോം സെ ബാഹർ നികൽ കർ പ്രകൃതി की गोद में घोंसले बनाएंगे और उसके साथ मिलकर जीवन जीना चाहे. അപ്പം എന്താ പറയുന്നത്? അവരെന്ത് ചെയ്യും? അവരുടെ സുരക്ഷിതമായ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പ്രകൃതിയോട് ഇണങ്ങി അവിടെയുള്ള ആളുകളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ എന്ത് ചെയ്യാണ്? അവർ തുടങ്ങും എന്നാണ് പറയുന്നത്. യെസ്, അപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് യൂണിറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേ? അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും കവിതയുടെ ആശയം വന്നാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. ദെൻ വൈറ്റ് ക്യാപ്പിൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആ പോയിന്റ്സ്
യൂസ് ചെയ്യാം. സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള യൂണിറ്റ് ഒക്കെ ആയിട്ട് മിസ് വരും. ദെൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഷുവർ ക്വസ്റ്റ്യൻസും പ്രഡിക്ഷനും ഒക്കെ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യെസ്. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ பார்க்கலாம்.